ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും രാഹുലിനു വേണ്ടി ഇത്രയും കാലം പ്രാർത്ഥനകളോടെ വീടകങ്ങളിലിരുന്ന അമ്മമാർക്കും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സുദിനമാണിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങുകയാണ്. ഇതേ ദിവസം തന്നെ ഹൈക്കോടതിയിൽ മറ്റൊരു നിർണായകമായ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ്, അതായത് ആദ്യത്തെ പരാതി, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറൊക്കെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കരയുന്ന കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ട ഓഡിയോയുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ ഹൈക്കോടതി ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. ആ കേസ് പരിഗണിക്കുന്നതിനിടയിൽ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തി. അത് രാഹുലിന് അനുകൂലമാണ്. റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത ഞാൻ കണ്ടില്ല, കണ്ടത് മാതൃഭൂമി ന്യൂസിലാണ്. അത് കാണിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആദ്യ കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി. കേസ് രേഖയിൽ പ്രകാരം ഉഭയസമ്മതപ്രകാരമായ ലൈംഗിക ബന്ധമെന്ന് കോടതി. ധാർമ്മികമായി എന്താണ് തെറ്റെന്ന് കോടതി. ഒരു തവണ ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയെന്നത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. നഗ്നദൃശ്യങ്ങൾ പകർത്തിയെങ്കിൽ അത് വേറെ കേസായി മാത്രമേ കാണാനാകൂ എന്നും ഹൈക്കോടതി വിലയിരുത്തുകയാണ്. നോക്കുക, ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗം കാണാൻ കഴിയുന്നില്ല, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിരിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളായി കമൻറ്റ് ചെയ്യണം. കാരണം ജനങ്ങൾ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് ഇത്തരം കേസുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ അറിയുക തന്നെ വേണം. അതിജീവിത എന്ന പരിരക്ഷ ആ യുവതിക്കുള്ളിടത്തോളം കാലം ആ യുവതിയെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പറയുന്നവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കേസിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പരാതിക്കാരിയുടെ വാദങ്ങൾ കോടതിയിൽ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെയൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് അവിടെ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും CPM കേന്ദ്രങ്ങളും CITU മാധ്യമപ്രവർത്തകരും BJPക്കാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഉപയോഗിച്ച കേസ് ആദ്യത്തെ കേസായിരുന്നു. അതിനെ തുടർന്നാണ് രാഹുലിന് നിലം തൊടാതെ ഓടേണ്ടി വന്നത്. ആ ഒരു കേസിൽ ബലാത്സംഗം നിലനിൽക്കുന്നില്ല, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി പറഞ്ഞതായി വാർത്തകൾ വരികയാണ്. രാഹുലിനെതിരെ സംസാരിച്ച രാഹുൽ പെണ്ണുപിടിയനാണ്, പീഡകനാണ്, രാഹുൽ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിച്ചവനാണെന്നൊക്കെ ആ കേസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞ അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ പറയുകയാണ്, തിരുത്തി പറയുകയാണ്. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യനെ ക്രൂശിക്കാവുന്നതിൻ്റെ പരമാവധി ഈ ചാനലുകാർ ചേർന്ന് ക്രൂശിച്ചു. എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ തിരുത്തുകയാണ്, തിരുത്തി പറയുകയാണ്. പറയാതെ വേറെ രക്ഷയില്ല. കാരണം കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. നോക്കുക അതിൻ്റെ വിശദാംശങ്ങൾ. കേസ് രേഖപ്രകാരം ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധം എന്ന് കോടതി കണ്ടെത്തുന്നു. ധാർമ്മികമായി ഇതിൽ എന്ത് തെറ്റാണെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഒരു തവണ ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തി എന്നത് കേസ് മുഴുവനായി പരിശോധിക്കുമ്പോൾ കാണാനാകുന്നില്ല. അതായത് നിരവധി തവണ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു തവണ മാത്രം ബലപ്രയോഗത്തിലൂടെ ബന്ധം നടത്തി അത് ചിത്രീകരിച്ചു, നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നത് ഇതിൽ കാണാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ ചിത്രീകരിച്ചു എന്നുണ്ടെങ്കിൽ അത് വേറൊരു കേസാണ്. ഈ കേസിൽ അത് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം നോക്കുക. സുപ്രീം കോടതിയുടെ നിലനിൽക്കുന്ന പല നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വിധികളും ഒക്കെ ആധാരമാക്കിയാണ് ഹൈക്കോടതി ഇത്തരമൊരു നിരീക്ഷണത്തിലേക്ക് പോയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി അതിൽ നിർണായകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതൊന്ന് കേൾക്കാം. ഈ റേപ്പിന്റെ സ്വഭാവത്തിലേക്ക് വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആരോപിക്കുന്ന മാർച്ച് 17 ശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ 2 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് ഏതെങ്കിലും ഇവർ തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ദിവസത്തേത് മാത്രമാണ് ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് നോക്കുക, ആ കോടതി എന്താണ് കോടതിയിൽ നടന്നത് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ, മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള ബിനിൽ തന്നെ വ്യക്തമാക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
അതായത് മാർച്ച് 17 ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു എന്ന് പരാതി കൊടുത്തിട്ട് ആ മാർച്ച് 17 ശേഷവും പാലക്കാട് പോയി ഈ യുവതി രാഹുലിനൊപ്പം താമസിച്ചിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കൂ. ബലാത്സംഗം എന്നുള്ളത് അവിശ്വസനീയമാണെന്ന് കോടതി തന്നെയാണ് പറയുന്നത്. ഇനി ഈ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഇനി ഈ കേസിൽ എന്താണ് രാഹുലിനെ ഇത്രയും കാലം വളഞ്ഞിട്ടാക്രമിച്ച മാധ്യമങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ മാപ്പ് പറയൂ രാഹുലിനോട്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഈ ഒരു ശബ്ദം വെച്ചിട്ട്, ഈ ഒരു പെൺകുട്ടിയുടെ മൊഴി വെച്ചിട്ട് ഒരു പൂച്ചക്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെതിരെ പുലഭ്യം പാടുകയില്ലായിരുന്നു ചാനൽ ഫ്ലോറിലിരുന്ന്? രാഹുലിനോട് വ്യക്തിപരമായി എന്തോ തീവ്രമായ വൈരാഗ്യമുള്ളതുപോലെയല്ലേ സകലമാന എതിരാളികളും ചാനലുകാരും ഇവിടെ പ്രതികരിച്ചത്? ഇപ്പം എന്തായി? നിങ്ങൾ മാപ്പ് പറയൂ രാഹുലിനോട്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇത്രയും കാലം പറഞ്ഞത് തിരിച്ചു പറയൂ. അപ്പോൾ ഇത് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കിയതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണിതതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ നിയമജ്ഞാനം വെച്ച് ഈ മാതൃഭൂമി റിപ്പോർട്ടറുടെ റിപ്പോർട്ടും കേട്ട് കഴിയുമ്പോൾ എൻ്റെ ചിന്തകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം രാഹുലിനെ കുടുക്കിയിട്ടുള്ളതെന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായി. കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രമുഖനായ, അതായത് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആണ് നേരിട്ട്, TN ഷാജി, അദ്ദേഹം നേരിട്ട് ഈ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിലെത്തി. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതാണ് അതിഭീകരം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ കേസുകൾ തേച്ചുമാച്ച് കളയാൻ സാധ്യതയുണ്ട്. ഇത് ഒരു കേസല്ല, രാഹുലിനെതിരെ ഒരുപാട് കേസുകളുണ്ട്. രാഹുൽ ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയാണ്. കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു കേട്ടിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാധാരണ ലൈംഗിക പീഡന പരാതി എന്ന നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്യരുത് എന്ന് മാത്രമല്ല, അതിജീവിതമാർക്കെതിരെ രാഹുലിൻ്റെ സൈബർ ടീം സൈബർ ബുള്ളിയിങ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ 34 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ അതുകൊണ്ട് തന്നെ അതിജീവിതക്കെതിരെ, ഇരകൾക്കെതിരെയൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തരത്തിലും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടരുത് എന്ന നിലയിൽ നിരന്തരമായി ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നേരിട്ട് വന്നിട്ട് ഹാജരാവുകയാണ്. അപ്പോൾ സർക്കാർ രാഹുലിന് ഒരിക്കലും മുൻകൂർ ജാമ്യം കിട്ടരുത്, ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതിമാരകമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കോടതി ഒരൊറ്റ ചോദ്യത്തിൽ അത് പൊളിച്ചു കളഞ്ഞു. എന്താണെന്നറിയോ? ഹൈക്കോടതി ചോദിക്കുകയാണ്, ഇത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസല്ലേ, ഇതിന് ശേഷമല്ലേ മറ്റു കേസുകളൊക്കെ വന്നത്? അപ്പോൾ ഈ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിന് ജാമ്യം പരിഗണിക്കുമ്പോൾ അതിന് ശേഷം വന്ന മറ്റു കേസുകളുടെ കാര്യം എങ്ങനെ പരിഗണിക്കും, എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തും? ഇവർ പറയുന്നു രാഹുലിനെതിരെ ഒരുപാട് കേസുകളുണ്ട് എന്ന്. പക്ഷേ ആദ്യത്തെ കേസ് വരുമ്പോൾ മറ്റൊരു കേസുകളുമില്ല, അതിനുശേഷമാണ് കേസുകൾ വന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ജാമ്യം കൊടുക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് നോക്കുന്നത് എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, രാഹുലിന് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ്. അതിൽ അന്തിമ വിധി പറഞ്ഞിട്ടില്ല. പക്ഷേ കോടതി നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങൾ മുഴുവൻ രാഹുലിന് ഫേവറബിൾ ആയിരുന്നു, രാഹുലിന് ഗുണകരമാകുന്ന രീതിയിലായിരുന്നു, രാഹുലിന് അനുകൂലമായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, സമർപ്പിച്ച തെളിവുകൾ, ശബ്ദരേഖകൾ, സ്ക്രീൻഷോട്ടുകൾ, വാട്സപ്പ് ചാറ്റിൻ്റെ വിവരങ്ങൾ, മറ്റ് തീയതികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് കോടതി വിശദമായിട്ട്, എത്ര നാളായി എന്നറിയോ കോടതിയുടെ പരിഗണനയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി ഇരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഇത്രയും കാലമായിട്ട് കോടതി അതിന്മേൽ വലിയ പരിശോധനകൾ നടത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത്രയും നാൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചൊരു കേസും പൊക്കി പിടിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ്, ബലാത്സംഗ വീരനാണ്, ഗർഭം കലക്കിയാണെന്നൊക്കെ ഇപ്പോഴും ആളുകൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം രാഹുലിനെ വേട്ടയാടിയവരൊക്കെ, ഈ ആദ്യത്തെ കേസ് വെച്ച് രാഹുലിനെ വേട്ടയാടിയവരൊക്കെ തിരുത്താൻ തയ്യാറാകുമോ? തിരുത്തി പറയാൻ തയ്യാറാകുമോ? മാപ്പ് പറയാൻ തയ്യാറാകുമോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉണ്ടാകില്ല എന്നറിയാം. രാഹുലിനെതിരെ രാഷ്ട്രീയപരമായിട്ട് ആദ്യത്തെ കേസിന് ഉപയോഗിച്ചവർ ഒരുപാടുണ്ട്. ഏതായാലും ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അതിജീവിത വ്യാജ പരാതി കൊടുത്തു എന്നും എനിക്ക് ആരോപണമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിജീവിതയ്ക്ക് ഒരു പ്രഹരം എന്ന നിലയിൽ തന്നെ, ആ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസിന് ഒരു പ്രഹരം എന്ന നിലയിൽ തന്നെയാണ് ഈ നിരീക്ഷണങ്ങളെ നിയമവിദഗ്ധരുൾപ്പെടെ വിലയിരുത്തുന്നത്.